ഇതിങ്ങനെ എടുത്തിട്ട് വായിലേക്ക് വെക്കണ നേരം വരെ ഇത് ഇമാതിരി ഒരു ഐറ്റം ആയിരിക്കും ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. പറഞ്ഞ ഐറ്റാണ് കൊച്ചിക്കോയ. പേര് കൊച്ചിക്കോയ എന്നാണെങ്കിലും കൊച്ചിയായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല. നമ്മളെ കോഴിക്കോട് താമരശ്ശേരി കൊടുവള്ളിക്കാരുടെ ഒക്കെ സ്വന്തം വിഭവമാണിത്. പിന്നെ ഇതിന് എങ്ങനെയാണാവല്ലേ കൊച്ചിക്കോയ എന്ന പേര് വന്നത്? റീൽസിൽ ഇത് വൈറലായി ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷെ ഇന്നാണ് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഒത്തു വന്നത്. എന്നാ പിന്നെ നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പൊ ആദ്യം ഒരു പാത്രത്തിലേക്ക് നല്ല പഴുത്ത 5-6 ഞാലിപ്പൂവൻ പഴം തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഞാലിപ്പൂവൻ പഴം തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല പോലെ പഴം ഉടച്ചെടുക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഉടച്ചു കൊടുക്കുന്നത്. കൈ കൊണ്ട് വേണമെങ്കിൽ ഉടയ്ക്കാം, പക്ഷെ എന്തായാലും മിക്സിയിൽ ഇട്ടിട്ട് അരച്ചൊന്നും എടുക്കരുത്. പഴം ഉടഞ്ഞ് പഴവും പഞ്ചസാരയും കൂടെ ഒക്കെ നല്ലപോലെ അങ്ങോട്ട് മിങ്കിളായി കഴിയുമ്പം കുറച്ച് ശർക്കരയിലേക്ക് ഒരു 8-10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ആ ശർക്കരയും ചെറിയുള്ളിയും കൂടി നല്ലപോലെ തിരുമ്മി ഉടച്ച് ഇവര് തമ്മിൽ മിങ്കിളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ വീതം ഇഞ്ചി നീരും നാരങ്ങ നീരും 1/4 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും 1 കപ്പ് പശുപാലും കൂടി ചേർത്തിട്ട് ഇപ്പി ചേർത്ത ഐറ്റംസ് എല്ലാം കൂടി ഒന്ന് മിങ്കിൾ ചെയ്തെടുക്കാം. അതായത് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക. ഇത് എത്ര ഉള്ളു പരിപാടി, കൊച്ചിക്കോയ റെഡി. ഇനി ഇത് ഒഴിച്ച് കഴിക്കാനായിട്ട് നമുക്ക് കുറച്ച് അവിലൊന്ന് നെയ്യിൽ വറുത്തും കൂടി എടുത്തു കഴിഞ്ഞാൽ ആ നെയ്യിൽ വറുത്ത അവിൽ അങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക. എന്നിട്ട് അതിന്റെ മേളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണ പഴത്തിന്റെ മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിക്കുക. രണ്ടും കൂടി അങ്ങോട്ട് കുഴച്ച് മിങ്കിളാക്കുക, അങ്ങോട്ട് കഴിക്കുക. ചെറിയുള്ളിയുടെ ആ ഒരു ടേസ്റ്റും ഇഞ്ചിയുടെ ആ ഒരു എരിവും നാരങ്ങയുടെ പുളിയും ഉപ്പും മധുരവും നെയ്യിൽ വറുത്ത അവിലിന്റെ ടേസ്റ്റും ഒക്കെ കൂടി ആയിട്ട് പൊളി മക്കളെ പൊളി.